ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാനെ യാത്രയാക്കിയതിന് ശേഷം ഞങ്ങളും പോവാണ് ചെക്കൻ്റെ വീട്ടിലേക്ക്, മറുവീടിനായിട്ട്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറേ പേര് അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. അത് ശരിയാവില്ലല്ലോ, അവരെയും കൂടെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെയും മുഖത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി ഫോൺ അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ അവർ നാളെങ്ങാനും ചിരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആക്ച്വലി ഞാൻ ബസ്സിനകത്ത് കയറിയതെന്ന് വെച്ചാൽ ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വെച്ചായിരുന്നു. പക്ഷേ ഡാൻസ് കളിക്കാനുള്ള ഒരു സാഹചര്യം ബസ്സിനകത്ത് ഇല്ലായിരുന്നു. ബസ്സിനകത്ത് ഫുള്ളായിരുന്നു ആൾക്കാർ. പക്ഷേ ഈ ബസ്സിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസൊക്കെ കളിക്കാൻ നമുക്ക് കാല് പിരിവിരാ വരൂലേ, അതുപോലത്തെ പാട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കളിക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ അങ്ങനെ അവിടെ തലയെക്കാട്ടി നിന്നു. പിന്നെ ഞങ്ങൾ ചെക്കൻ്റെ വീടെത്തിയപ്പോഴേക്കും എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം കുറേ പേര് ഇറങ്ങി ഓടിക്കളഞ്ഞു കേട്ടോ. ബസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ നല്ല പോസൊക്കെ തന്നാണ് ഇറങ്ങിപ്പോകുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇന്നലെ എടുത്തതാണ്, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലോട്ട് പോയി. ചെക്കൻ്റെ വീടെന്ന് വെച്ചാൽ റോഡ് മറികടന്ന് വേണം പോവേണ്ടിയിരുന്നത്. അങ്ങനെ റോഡ് മറികടന്ന് ചെക്കൻ്റെ വീടിന് അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്കും വെളിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് പോയി ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ചെക്കൻ്റെ വീടിനകത്താണ് കയറിയത്. വീടിനകത്ത് കയറി നമ്മൾ കുഞ്ഞാൻ്റെ അടുത്ത് പോയി. കുഞ്ഞാൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും റൂമിനകത്ത് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞാൻ്റെ സ്വർണ്ണമൊക്കെ നോക്ക്. പിന്നെ എന്താണ് കുഞ്ഞാനായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ കുറേ നേരം നിന്നില്ല. പിന്നെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഉമ്മായും പിന്നെ ബന്ധുക്കളും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ കുറേ പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ ഫുഡ് കഴിക്കാൻ ഇരുന്നതൊക്കെ കറക്കി അങ്ങ് പിടിച്ചു. അങ്ങനെ കറക്കി അടിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മച്ചിമ്മാൻ്റെ മൂത്ത സഹോദരനെ കണ്ടത്. അങ്ങനെ ഞാൻ ഉപ്പച്ചിയുടെ വീഡിയോ നല്ലതുപോലെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ കഴിക്കുന്ന എൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ബന്ധുക്കളെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച ഫുഡിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇവരൊക്കെ കഴിച്ചെണീച്ചിട്ട് പോലും ഞാൻ കഴിച്ചെണീച്ചിട്ടില്ല കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ താമസിച്ചു പോയി. അപ്പോൾ ഇവർ കഴിച്ചെണീച്ചപ്പോഴത്തേക്കും എനിക്ക് കൂട്ടിനായിട്ട് എൻ്റെ മിറാജാമായും അലീന അമ്മയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് വേറെ സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ഉമ്മച്ചിമാരുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ സ്ഥലം വരെ പോകണമെന്ന്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരറ്റ് ജംഗ്ഷൻ ആയപ്പോഴത്തേക്കും എൻ്റെ ഉമ്മാൻ്റെ ബന്ധു ഷെറീന അമീനെ മോളെയും കണ്ടു. അവരും കല്യാണത്തിന് വന്നതാണ്. അവർ ബസ്സിൽ തിരിച്ചു പോയി. അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് കയറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.